RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ചാണ്. ചാമ്പ്യൻസ് ലീഗ് ഇപ്പോൾ 2 റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എന്താണ് ഇനി, ആരാണ് ചാമ്പ്യന്മാരാവുക, ആരൊക്കെ സെമിയിലെത്തും എന്നുള്ള ഒരു ചെറിയ ചർച്ചയാണ്. കുറെ കാലങ്ങൾ ശേഷം റൈഹാൻ വീഡിയോയിൽ വന്നിട്ട്, കാരണം റൈഹാൻ നാട്ടിലായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്, യിലെത്തി. അപ്പോൾ നമ്മൾ ഇനി മുതൽ ഡെയിലി വീഡിയോ ഉണ്ടാകുന്നു. നാട്ടിൽ പോയിട്ട് കുറെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, ബിസി ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും അങ്ങനെ രണ്ടാളും ഒരുമിച്ചിടാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പോൾ ഇനി എന്തായാലും യിലെത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ കളിയുടെ എല്ലാ അപ്ഡേഷനും ഉണ്ടാകുന്നത്. നമുക്ക് ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ച് തന്നെ തുടങ്ങാം. ചാമ്പ്യൻസ് ലീഗിൽ റെഹാൻ ഇപ്പോൾ 6 ടീമുകളാണ് 2 റൗണ്ട് മത്സരങ്ങൾ ജയിച്ചപ്പോൾ 6 ടീമുകളാണ് ഇപ്പോൾ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ 6 ടീമുകൾ അറിയിക്കുന്നത് ബയൺ മ്യൂണിക്ക് 1ാം സ്ഥാനത്തുണ്ട്, 2 കളിയിൽ 2 വിജയിച്ചു. റയൽ മാഡ്രിഡ് 3ാം സ്ഥാനത്ത്, PSG 4ാം സ്ഥാനത്ത്, ഇന്റർ മിലാൻ 5ാം സ്ഥാനത്ത്, ആഴ്സണൽ, കർബാഗ് FK 6ാം സ്ഥാനത്ത്, ഡോട്ട്മണ്ട് 7ാം സ്ഥാനത്ത്, മാഞ്ചസ്റ്റർ സിറ്റി 8ാം സ്ഥാനത്ത്. അപ്പോൾ ഈ മാഞ്ചസ്റ്റർ സിറ്റിയും ഡോട്ട്മണ്ടും ഒരു കളി ഒരു സമനില, ഒരു വിജയം ഒരു സമനിലയായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇനി നമുക്ക് ഇനിയുള്ള പോക്ക് എങ്ങോട്ടായിരിക്കും? പോക്ക് വലിയ ടീമുകൾ ഫേസ് ഓഫ് ചെയ്യുമ്പോൾ വലിയ ടീമിന്റെ പൊട്ടൻഷ്യൽ ലാസ്റ്റ് സീസൺ ഉള്ളത് ഈ സീസൺ കണ്ടിട്ടില്ല. അതെ, കഴിഞ്ഞ സീസണിലൊക്കെ എന്ന് പറഞ്ഞാൽ PSG എവിടെയോ കിടക്കണ്ടായിരുന്നവരാണ്. ഫസ്റ്റ് 1, 2, 3 മത്സരങ്ങൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ PSG എവിടെയോ കിടക്കണ്ടായിരുന്നതാണ്. 15ാം സ്ഥാനത്ത്, അങ്ങനെ 16ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നവരാണ് കപ്പടിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 2 കളി കഴിഞ്ഞിട്ട് ഒന്നും ഒരു ടീമും ജയിക്കുന്നു പറയാൻ പറ്റില്ല. അതിൽ യാതൊരു ഇതുമില്ല. ഇനി ഇപ്പോ സൂപ്പർ കമ്പ്യൂട്ടറും അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ പറയുന്നുണ്ട്, ഇന്നൊരു ജയിക്കും ഇന്നൊരു ജയിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് റൗണ്ട് 16 എത്താതെ, അല്ലെ, റൗണ്ട് 16 കഴിഞ്ഞ സീസണിൽ തന്നെ റൗണ്ട് 16 കഴിഞ്ഞപ്പോൾ നമുക്ക് ബാഴ്സലോണയ്ക്ക് നല്ല ചാൻസ് ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ബാഴ്സലോണയുടെ പാത്ത്, ഫൈനലിലേക്കുള്ള പാത്ത് കുറച്ചുകൂടെ ഈസി ആയിരുന്നു കഴിഞ്ഞ സീസണിൽ. പക്ഷെ സെമി ഫൈനലിൽ അവർ ഇന്റർ മിലാനോട് പരാജയപ്പെട്ടിട്ട് അവര് പുറത്തായി. ഇല്ലെങ്കിൽ ഒരു ക്ലാസിക് സൂപ്പർ പോരാട്ടം ഫൈനലിൽ കണ്ടെന്നെ. അതിപ്പോ ക്ലാസിക് കിട്ടി. ക്ലാസിക് കിട്ടാന്ന് പറഞ്ഞാല് 2 ടീമിലും പരിക്കുകളുടെ പിടിയിലുണ്ടായിരുന്നു. മറ്റേ നമ്മുടെ PSG നോക്കുകയാണെങ്കിൽ മാർക്കിനസ്, അങ്ങനെ നവാസ്, ഇവരൊക്കെ ഇല്ലാതാണ് കളിച്ചത്. അതേപോലെ ഗാവി ഇല്ല, നമ്മുടെ ജോൺ ഗ്രാസ് ഇല്ല, പിന്നെ ഫെർമിൻ ലോപ്പസ് ഇല്ല. അങ്ങനെ ഒരുപാട് പേരില്ലാതെയാണ് ബാഴ്സ ഭാഗത്തും കളിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഫുൾ ടീം കഴിഞ്ഞ ഫൈനലിൽ സാധ്യമായിരുന്നു. ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സ ഫൈനലിൽ എത്തായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഫൈനലിൽ സാധ്യമായിരുന്നു. കൊണ്ടേ ബാളിന്റെ ഒക്കെ ചില ഫൈനലിൽ ഫിറ്റ് ആയിട്ട് വന്നിരുന്ന അടിപൊളി ഒരു ഫൈനൽ കാണാൻ പറ്റിയിരുന്നു. ഈ സീസണിൽ അങ്ങനെയുള്ള പ്രതീക്ഷ ഒന്നുമില്ല ബാഴ്സയുടെ ഭാഗത്ത്. എന്താ പറയുക, ബാഴ്സയ്ക്ക് കുറെ പോരായ്മകളുണ്ട്. കഴിഞ്ഞ സീസണിൽ പരിക്കൊന്നും പറ്റാത്തതുകൊണ്ട് മാത്രമാണ് സെമി ഫൈനലിലും അങ്ങനെയൊക്കെ എത്തിപ്പെടാൻ പറ്റിയത്. പക്ഷെ ഇപ്രാവശ്യം കണ്ടല്ലേ, ഇപ്പൊ തന്നെ സ്റ്റാർട്ടിങ് തന്നെ തുടങ്ങി. ഒരു ലൈനപ്പിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റഫീനയ്ക്കും എമാലിനൊന്നും ഒരുമിച്ച് കളിക്കാൻ പറ്റില്ല, ലെവൻഡോസ്കിക്കും ഒന്നും ഒരുമിച്ച് കളിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ബാഴ്സയ്ക്കുണ്ട് ഈ സീസണിൽ. അപ്പോൾ ഹാൻസി ഫ്ലിക്കിന് ഒരു പരിധി വരെ ആളുടെ ഓഫ്ലൈൻ ട്രാപ്പ് ഒക്കെ കഴിഞ്ഞ സീസണിൽ ഇനിഗോ മാർട്ടിനസ് മറ്റു ടീമുകൾ കണ്ടുപിടിച്ചു. വിങ്ങിലൂടെ ബോൾ ഇട്ടിട്ട് കഴിഞ്ഞ വർഷം തന്നെ സെൽറ്റയും അങ്ങനെ ഒരുപാട് ടീമുകൾ ബാഴ്സയ്ക്കെതിരെ പ്രയോഗിച്ചാണ് ഒരു സ്ട്രൈക്കർ ഓഫ് സൈഡ് കയറി നിൽക്കുന്നത്. അപ്പോൾ വിങ്ങുകളിലൂടെ കയറിയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് ബോൾ പാസ് ചെയ്തിട്ട് ഗോൾ അടിക്കുന്നു. അത് കഴിഞ്ഞ സീസണിലും പഠിക്കേണ്ടതായിരുന്നു ബാഴ്സ പഠിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇന്റർ മിലാന്റെ കൂടെ കളിച്ച കളിയിൽ പഠിക്കാതെയായിരുന്നു ഈ അവസാന മത്സരത്തില് ഇപ്പൊ ബാഴ്സ PSG-യോട് 1-1 നമ്മളൊക്കെ വിചാരിച്ചു 1-1 സമനിലയായി പോകുന്നു. ഒരു 10 മിനിറ്റ് പെഡ്രിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പെഡ്രിയുടെ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പെഡ്രി ഒരു ബെസ്റ്റ് പെർഫോമൻസിന് എടുത്തിട്ടുണ്ട്. പക്ഷെ പെഡ്രീനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു കളി ഗ്രൗണ്ടിൽ നിന്ന് മൊത്തമായിട്ട് മാറി. എനിക്ക് തോന്നുന്നത് എന്താന്ന് പറഞ്ഞാല്, ഫസ്റ്റ് ഹാഫില് ഗോള് വഴങ്ങി കഴിഞ്ഞാൽ, ഹാഫ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഹാഫ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാല് ബാഴ്സലോണ ഒരു തിരിച്ചുവരവുണ്ട്. പക്ഷെ ഇതിന് നേരെ തിരിച്ചു വരില്ല. എനിക്ക് തോന്നുന്നു ഹാൻസി ഫ്ലിക്ക് ബാഴ്സ പ്ലേയേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് ഈ 1-1 സമനില മതി. എന്താ പറഞ്ഞാല് ഈ ഒരു സമനിലയിൽ നമുക്ക് സംതൃപ്തിപ്പെടാൻ വേണ്ടി. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിക്ക് അങ്ങനെ തന്നെയായിട്ട് കളിച്ചത്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ കണ്ടാ അറിയാം, ലെമീൻ യമാൽ വരെ ഡിഫൻസിൽ ഇറങ്ങി വന്നിട്ടാണ് കളിക്കേണ്ടായിരുന്നത്. അപ്പൊ ബാഴ്സയുടെ ഡിഫൻസ് ഒന്നാമത്തെ പരിങ്ങി നിൽക്കുകയാണ്. ആ സെക്കൻഡ് ഗോള് വീണതിന് ശേഷം ഒന്നാമത്തെ മൊത്തത്തിൽ പരിങ്ങി നിൽക്കായിരുന്നു. അപ്പോ ഈ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ബാഴ്സയുടെ ഈ ഒരു അവസാനത്തെ ഒരു 10 മിനിറ്റ് ഉണ്ടല്ലോ, ആ ഒരു 10 മിനിറ്റ് ഇവര് ബാക്കപ്പ് ലൈൻ കുറച്ച് കീപ്പ് ചെയ്ത് കളിച്ചിരുന്നെങ്കിൽ നമുക്കത് വിജയിക്കാൻ പറ്റുന്നു. ആ സമയത്ത് അപ്പോഴും ഈ ഓഫ്ലൈൻ ട്രാപ്പ് ഇത് ചെയ്തിട്ട് കളിച്ചതാണ് വിനയായത്. എന്താ പറഞ്ഞാല് ഒന്നാമത്തെ പ്ലേയേഴ്സ് ഒക്കെ ടയർഡ് കുറച്ചെങ്കിലും മറ്റു കളികളെ ഫൈനൽസും മയൂളും പിന്നെ
ഗഞ്ചാലോ റാമോസ് ഒക്കെ കളി കളിച്ചിട്ടുണ്ട്. പക്ഷെ ബാർസന്റെ സ്ട്രൈക്കേഴ്സ് അത്രയും കളി കളിച്ചില്ല. സ്ട്രൈക്കേഴ്സ് പറഞ്ഞാൽ ഫൈനൽ ആയപ്പോ ലെവൻഡോസ്കിയും ഫെറാൻ ടോറസ് ഒക്കെ ഒരുമിച്ച് കളിക്കണം. അപ്പോഴാണ് ഹക്കീമി ഫ്രീ ആയത്. കാരണം ഫെറാൻ അത്രത്തോളം വിങ്ങുകളിൽ കളിക്കാൻ റഫീനെ പോലെയും റാഷ്ഫോർഡിനെ പോലെയൊന്നും അത്ര പ്രഗത്ഭനല്ല ഈ ഫെറാൻ ടോറസ്. അപ്പോൾ ഹക്കീമി ഫ്രീ ആയി. ഹക്കീമി ഫ്രീ ആയതോടുകൂടി വേൾഡ് ക്ലാസ് റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും കൂടിയിട്ട് അങ്ങോട്ട് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെ നുനോ മെൻഡസിന്റെ കളി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ തീയായിരുന്നു. ഒന്നും പറയാനില്ല. ഗോൾ കൊണ്ടൊക്കെ പോകുന്ന പോക്കുണ്ടോ. യമാലിനൊക്കെ കുറെ യമാല് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് മെൻഡീസിനെ കറക്കി. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ശരിക്കും യമാലിനൊക്കെ നിർത്തി കാഴ്ചക്കാരനായിട്ട് സ്ട്രൈക്കർ റോളിലും അതേപോലെ വിങ്ങർ റോളിലൊക്കെയാണ് ആള് കളിക്കണ്ടായിരുന്നത്. ഒരു രക്ഷയില്ല കളി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗോളിന് ആ ഒരു ഇത് ചെയ്തതും. അതേപോലെ ഹക്കീമി എണ്ണം പറഞ്ഞൊരു ഗോൾ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ അവസാനം അത് നമ്മുടെ ഓൽമോയുടെ മിസ്റ്റേക്ക് ആണ്. ഓൽമോക്ക് അതൊക്കെ 100% ഗോളാക്കേണ്ട ചാൻസ് ആണ്. ഗോളി വരെ പോസ്റ്റിലാണ് സമയത്ത് കറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുന്നത്. കറക്റ്റ് ഇവരുടെ മേലേക്ക് അടിച്ചു കൊടുക്കുന്നത്. അവര് വന്ന് വീണ ആ ഒരു പൊസിഷനിൽ കറക്റ്റ് ആയിരുന്നു, സേവ് ചെയ്തു. അപ്പോ ഇതൊക്കെയാണ് ബാഴ്സയുടെ കാര്യം എന്ന് പറഞ്ഞാല്. ഇനി ഇപ്പൊ ബാഴ്സയ്ക്ക് അൺസിബിളിക്കും ചെയ്യാൻ പറ്റുന്ന പരിധികളുണ്ട്. എന്ന് പറഞ്ഞാല് ആകെ നടന്നിട്ടുള്ള ഇപ്രാവശ്യം സൈനിങ് എന്ന് പറഞ്ഞാൽ റാഷ്ഫോർഡ്, റോണി, ജോൺ ഗാർസി, ഇവര് മൂന്നാണ്. ജോൺ ഗാർസി എന്നാലും ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ കളിയിൽ കുറച്ച് പാസിങ് കാര്യങ്ങൾ. ഇതെന്താന്ന് പറഞ്ഞാല് നമ്മുടെ ഷസ്നി പാസുകൾ എന്ന് പറഞ്ഞാല് കുബാർസിക്കും ഗ്രാസിയൊക്കെയാണ് പോകുന്നുണ്ടായിരുന്നത്. ഈ ഗ്രാസിയുടെ ബോൾ കറക്റ്റ് ബ്ലോക്ക് ചെയ്യുന്നു. പിന്നെ കിട്ടുന്നത് നേരെ പോയിട്ട് ഇവരുടെ PSG പ്ലേയേഴ്സിന്റെ കയ്യിലാണ് പോകുന്നത്. പിന്നെ PSG പ്ലേയേഴ്സ് ആണെങ്കിൽ ബോക്സിൽ ഇങ്ങനെ നിൽക്കാണ്. അതേപോലെ PSG വിറ്റിന ഫസ്റ്റ് ഹാഫിലൊക്കെ ഭയങ്കര മോശം. വിറ്റിനയുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് ആ ഗോൾ പോകുന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ചങ്ങായി തിരിച്ചു വന്നു. പെഡ്രിയെ ഫൗൾ ചെയ്യാതെ പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന് അതാണ് അവർക്ക് വേറെ ഒരു വഴിയില്ല. അതുകൊണ്ട് ഫൗൾ തന്നെയായിരുന്നു. ഇന്നലെ പരമാവധി ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ 2 റെഡ് കാർഡുകൾ വേണ്ടായിരുന്നു. ബാഴ്സലോണയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഡിജോണിന് ഒരു റെഡ് കാർഡ് മെൻഡീസിന് ഫൗൾ ചെയ്തതിന് കിട്ടേണ്ടതായിരുന്നു. ഭാഗ്യം കൊണ്ട് അത് കഴിച്ചിലായി. 50-50 ചാൻസ് ആണെന്ന് പറയാം. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഏകദേശം ഒരു റെഡ് കാർഡിനുള്ള ഇതുണ്ട്. അതേപോലെ മെൻഡീസിന് മാൻ ഓഫ് ദി മാച്ച് കിട്ടി. പക്ഷെ മെൻഡീസ് അവസാനം യമാലിന് ഒരു ഫൗൾ ചെയ്യുന്നുണ്ട് പെനാൽറ്റി ബോക്സിന്റെ പുറത്ത് വെച്ച്. അത് ശരിക്കും റഫറി എന്തുകൊണ്ടാണ് അത് യെല്ലോ കാർഡ് കൊടുക്കാതിരുന്നത്? അത്രയും നല്ലൊരു ഫൗളായിരുന്നു. ആള് പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിൽ കയറി പോകുന്ന സമയത്ത് വന്നിട്ട് ഇട്ടതായിരുന്നു. അത് ശരിക്കും യെല്ലോ കാർഡ് എടുത്തിട്ട് 2 യെല്ലോ കാർഡ് ഇട്ടിട്ട് ഡയറക്റ്റ് ആള് പോകേണ്ടതായിരുന്നു മെൻഡീസ്. അതും നടന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബാഴ്സയുടെ കളികൾ. പക്ഷെ ബാഴ്സനെ അങ്ങനെ കൊച്ചായി കാണരുത്. അവര് ഇപ്പോ നോക്കിയോ എല്ലാവരും ഇപ്പൊ ലിവർപൂൾ, ചെൽസി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇവരൊക്കെ എടുത്ത് നോക്കിയല്ലോ. റയൽ മാഡ്രിഡ് എല്ലാം എടുത്ത് 500-600 മില്യണും ഒക്കെ പൊട്ടിച്ചിട്ടാണ് സൈനിങ് നടത്തിയത്. ബാഴ്സ സൗദി ക്ലബിനെ പോലെ ബാഴ്സ ആകെ സൈൻ ചെയ്തിരിക്കുന്ന 25 മില്യൺ കൊടുത്തിട്ട് ജോൺ ഗ്രാസിയനും അത് തുച്ഛമായ ഇത് കൊടുത്തിട്ട് ലോണിലാണ് റാഷ്ഫോർഡ് കളിക്കുന്നത്. അപ്പൊ ഈ പരിമിതികളിൽ നിന്ന് ഈ ക്ലബ് എത്രത്തോളം കളിക്കണ്ടെങ്കിൽ അവർക്ക് അത് തിരിച്ചു വരാനുള്ള കഴിവുകൊണ്ട് തിരിച്ചു വരും ചെയ്യും. നമ്മുടെ റഫീന ഇല്ലാത്തൊരു ഭയങ്കരമായിട്ട് ഒരു മിസ്സിംഗ് ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും റഫീനയുടെ കുറവ് നന്നായിട്ടുണ്ടായിരുന്നു. റഫീന ഉണ്ടെങ്കിൽ ഇതൊന്നല്ല. അതേപോലെ നമ്മുടെ സ്ട്രൈക്കർ അത് ഇനി ഫെറാൻ ടോറസിനെ കൊണ്ട് ലെവൻഡോസ്കിനെ കൊണ്ടൊന്നും ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല. സത്യം പറഞ്ഞാൽ ഒരു നല്ല സ്ട്രൈക്കർ ജൂലിയൻ അൽവാരസിനെ പോലെയുള്ള ഒരു സ്ട്രൈക്കർ മസ്റ്റ് ആയിട്ട് വേണം ബാഴ്സയ്ക്ക്. 2 ചാൻസ് കിട്ടി, 2 കിടിലൻ ചാൻസ് കിട്ടിയിട്ടൊക്കെ ഫെറാൻ ടോറസ് അത് മിസ്സാക്കാണ്. എന്താ പറഞ്ഞാൽ അത് അത്രയും ഗോളി വരെ പാസ് ചെയ്ത് പോയ സാധനം അടിച്ച് കൊടുത്തത്. അത് പറഞ്ഞാൽ അത്രയും ക്ലോസ് ആയിട്ടാണ് ആശാൻ അടിക്കുന്നത്. പക്ഷെ അത് ലെവൻഡോസ്കിക്ക് ആണെങ്കിലും ബാഴ്സയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അൻസി ഫ്ലിക്കിന് ഇപ്പൊ ഒന്ന് മനസ്സിലാക്കാൻ മതി. ഇപ്പൊ ഓരോ ലീഗ് മത്സരങ്ങൾ കഴിയുമ്പോൾ പെഡ്രിക്ക് ഒക്കെ ഇങ്ങനെ മെയിൻ പ്ലേയേഴ്സിനൊക്കെ എമാലൊക്കെ ഇപ്പൊ ഇഞ്ചുറി കഴിഞ്ഞ് വന്നിട്ട് PSG-നോട് 90 മിനിറ്റ് കളിക്കുകയാണ്. അതുപോലെ പെഡ്രി. അപ്പൊ ഇവർക്കൊക്കെ റെസ്റ്റ് ലീഗ് മത്സരങ്ങളിലൊക്കെ ഫുൾ ടൈം കളിപ്പിക്കാതെ ഒരു 70 മിനിറ്റ് ആകുമ്പോൾ ഒരു 4 ഗോളൊക്കെ ലീഡ് അടിച്ച് 5 ഗോളൊക്കെ ലീഡ് അടിച്ച് ഒരുപാട് മത്സരങ്ങളുണ്ട്. അതിലൊക്കെ ഒരു റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാല് എന്താ പറഞ്ഞാല് ബാഴ്സയുടെ ബാക്കപ്പ് അത്രയും പരുങ്ങലാണ്. ക്വാളിറ്റി അല്ല എന്നല്ല, അത്രയും പരുങ്ങലാണ്. എന്താ പറഞ്ഞാല് ഇവർക്ക് അക്കാദമി മാത്രമേ ഇപ്പൊ പുറകിലുള്ളൂ, ലാമാസിയ. അല്ലാതെ വേറെ ഒന്നും ഇപ്പോ മറ്റുള്ള ക്ലബ്ബുകളെ പോലെ മില്യൺസ് കൊടുത്ത് വാങ്ങിച്ചിട്ട് ആൾക്കാരെ സ്റ്റോക്ക് ചെയ്യാനുള്ള ഇതൊന്നും ഇല്ല. അപ്പൊ ബാഴ്സ അതിൽ നിന്നാണ് കഴിഞ്ഞ സീസണിൽ സെമിഫൈനലിൽ വരെ എത്തിയത്. ഈ സീസണിൽ അങ്ങനെയൊക്കെ എത്തുന്ന തന്നെ പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും ഇനി ബാക്കിയുള്ള മത്സരങ്ങൾ എന്തായാലും കണ്ടറിയാം. ഒന്നും പറയാൻ പറ്റില്ല. എന്താ പറഞ്ഞാല് ഇനിയുള്ള മത്സരങ്ങൾ പല ടീമുകൾക്കും പരിക്കും കാര്യങ്ങളും. ലിവർപൂൾ ഇത്രയും മില്യണൊക്കെ കൊടുത്തിട്ട് ആൾക്കാരെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞ കളിയിൽ പരാജയപ്പെടുകയുണ്ടായിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ. അപ്പൊ ഇതുപോലെ ലീഗ് മത്സരത്തിൽ തോൽക്കാത്തൊരു ടീം എന്ന് പറഞ്ഞാൽ ബാഴ്സലോണയാണ്. ലിവർപൂളും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും സ്പാനിഷ് ലീഗ് എടുക്കുകയാണെങ്കിൽ ഇതുവരെ തോൽവി അറിയാത്ത ഒരു ടീം ബാഴ്സലോണയാണ്. അപ്പോ അതെ, ബാഴ്സലോണ ഇതുവരെ തോറ്റിട്ടുള്ള ഒരു സമനിലയുള്ളൂ. അപ്പൊ ലീഗില് ടോപ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ ആയിരിക്കാം. ഇനി എൽ ക്ലാസിക്കോ വരാനുണ്ട്, അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ വരാനുണ്ട്. അപ്പോ ഇതില് എന്താണ് നിന്റെ അഭിപ്രായത്തില് ഒരു 4 ടീമുകൾ
സെമി ഫൈനലിൽ എല്ലാ വരികയാണെങ്കിൽ ടീമും എനിക്ക് ഈ രണ്ട് കളികളല്ലേ അതെ. ഈ രണ്ട് കളികളും എല്ലാ ടീമും കളിച്ചെടുത്തോളം അവരുടെ ഫുള്ളസ്റ്റ് തന്നിട്ടില്ല. അതൊന്നും പറയാനായിട്ടില്ല. എന്താ പറയുക, ഫുള്ളസ്റ്റ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്നാലും എന്റെ ഒരു കാഴ്ചപ്പാടില് ബയൺ മ്യൂണിക് ഉണ്ടാവും, ഒരു ഭാഗത്ത് PSG ഉണ്ടാവും. ഈ രണ്ട് ടീമുകളിൽ എനിക്ക് ഉറപ്പിക്കാൻ പറ്റിയ ടീമുകൾ. ബാക്കി എല്ലാ കാര്യത്തിലും ബാക്കി എല്ലാ ടീമുകളുടെ കാര്യത്തിലും ബയൺ എന്തായാലും ഉണ്ടാവും. ബയണിന്റെ പൊട്ടൻഷ്യൽ അതിനുണ്ട്. സെമി ഫൈനലിൽ കളിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ റയൽ മഡ്രിഡ് വരികയാൽ ലിവർപൂൾ വരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ ആഴ്സണൽ വരാൻ ചാൻസ് ഉണ്ട്, ബാഴ്സലോണ വരാൻ, റയൽ മഡ്രിഡ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ വരാൻ ചാൻസ് ഉള്ള ടീമാണ്. പക്ഷെ PSG-യും ബയൺ മ്യൂണിക്കും എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം. ഹാരിക്കന്റെ ആദ്യത്തെ ട്രോഫി കിട്ടുമോ? അല്ല, ട്രോഫി കിട്ടാനൊന്നും ആരെങ്കിലും ട്രോഫി അടിച്ചല്ലോ. ചാമ്പ്യൻസ് ലീഗ് കിട്ടുമെന്നല്ലേ? ചാമ്പ്യൻസ് ലീഗ് കിട്ടാനുള്ളതൊക്കെ ഒന്നായിട്ട് സെമി ഫൈനലിൽ ചാൻസ് ഉള്ള രണ്ട് ടീമുകൾ. അപ്പൊ നിന്റെ കാഴ്ചപ്പാട് ആദ്യമാണ് വരാൻ? കാഴ്ചപ്പാടില് നോക്കുകയാണെങ്കിൽ PSG നല്ല കളിയുണ്ട്. PSG-ക്ക് ബാക്കപ്പ് സെറ്റ് ആണ്. ബയണ് അവന്റെ സ്ട്രൈക്കർ പ്രോപ്പർ ആയിട്ടുണ്ട്. പ്രോപ്പർ സ്ട്രൈക്കർ, ഗോൾ അടിക്കാൻ മാത്രമായിട്ട് ഒരാളുണ്ട്. ബാർസയ്ക്ക് ബാക്കപ്പ് ഇല്ല, പക്ഷെ ടീം അടിപൊളിയാണ്. റയലാണെങ്കിൽ ടീം സെറ്റാണ്, ബാക്കപ്പ് സെറ്റാണ്, പക്ഷെ പ്ലേ ടൈം ഇല്ല. ജാബി അലോൻസോന് പുതിയ സ്ട്രാറ്റജികൾ. ലീഗിൽ അവസാനത്തെ ഒരു മത്സരത്തിൽ മാത്രമേ പരാജയപ്പെട്ടു, ബാക്കി എല്ലാ മത്സരങ്ങളും ജയിച്ചു. ഇപ്പോ ചാമ്പ്യൻസ് ലീഗ് 2 കളി ജയിച്ചു, ഗോളൊക്കെ അടിച്ചു കൂട്ടാണ്. പക്ഷെ മെയിൻ ക്ലബുകളായിട്ടുള്ള മത്സരങ്ങൾ വരാൻ കിടക്കുന്നുള്ളൂ റയലില്. മെസ്സി ഉണ്ട്, അതേപോലെ ആസ്റ്റൺ വില്ല. കഴിഞ്ഞ പ്രാവശ്യം ആസ്റ്റൺ വില്ല നല്ല ഫോമിൽ കളിച്ചു. അപ്പൊ എന്തായാലും നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്, സെമി ഫൈനലിൽ ആരൊക്കെ ആയിരിക്കും 4 പേര് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഇപ്രാവശ്യം ആരാണ് കപ്പടിക്കാൻ ചാൻസ് ഉള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ ഫാൻസുകാരെ കൊണ്ടാണ്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളെ വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും.